ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗൈൻ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് സെറ്റായിട്ടിരിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നതാണ് ഞാൻ കുറച്ച് മേക്കപ്പ് വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു ന്യൂഡ് മേക്കപ്പ് ലുക്ക്. അതായത് ഇപ്പം നമുക്കൊരു പുറത്ത് പോകണം, ലൈക്ക് ഇപ്പം നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചെറിയ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്കൊന്ന് പുറത്ത് പോകണം, ഓർ നമ്മളൊരു സോറി റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം. സോ ഹൗ ടു ഡു ദ മേക്കപ്പ്. ദിസ് ഇസ് മൈ ബെയർ സ്കിൻ ലുക്സ് ലൈക്ക്. ഞാൻ ഒന്നും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അതായത് നോ മോയ്സ്ചറൈസർ, നോ സൺസ്ക്രീൻ, അല്ലെങ്കിൽ നോ ലിപ് ഗ്ലോസ്, നോ ലിപ് ബാം. ഒരു ഗുഡ് മേക്കപ്പിന് നല്ല മേക്കപ്പ് പ്രൊഡക്ട്സ് മാത്രമല്ല, യു ഹാവ് ടു പ്രെപ്പ് യുവർ സ്കിൻ വെരി വെൽ. ഓക്കെ, നമ്മുടെ സ്കിന്ന് നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നന്നായിട്ട് പ്രെപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഓൾ ഐ എം ഡൂയിങ് ടു പ്രെപ്പ് മൈ സ്കിൻ. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ദിസ് ഈസ് മൈ കറന്റ് ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഇത് നാട്ടിൽ പപ്പയും പോയപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു 3-4 പാക്കറ്റ്സ് ഞാൻ ഓൾറെഡി വരുത്തിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ. The Dermaco and the company are. So this is like very good, and I have the same thing as sunscreen. I have different products from this particular brand. See, this is sealed, and already ഞാൻ യൂസ് ചെയ്ത 2 പാക്കറ്റ്സ് കഴിഞ്ഞു. So this is my third packet so far. So see that. Take a good amount of moisturizer before you apply makeup because you need good hydration on your skin. നമുക്ക് ആവശ്യമുള്ളതുപോലെ നമ്മൾ നന്നായിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് അതിൻ്റെ പുറകെ തൊട്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടോ. കാരണം ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം, ഒരു 2 to 3 minutes നമ്മൾ ഈ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ സെറ്റ് ആവാനുള്ള സമയം കൊടുക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഏകദേശം ഞാനൊരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 4 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീൻ എടുക്കാൻ പോകുവാണ്. ഇതും എൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന അക്വാലോജിക്ക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. സോ സൺസ്ക്രീൻ നമ്മൾ ആവശ്യത്തിന് എടുക്കുക. ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിൽ വൈറ്റ് കാസ്റ്റ് വരത്തില്ല. ദിസ് ഇസ് ലൈക്ക് നമ്മുടെ ഫേസിലിട്ടെന്ന് അറിയത്തില്ല. ബട്ട് ദെൻ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ആണ്. സോ ഈ പ്രാവശ്യവും ഞാൻ ഇതിൻ്റെ ഒരു 3-4 പാക്കറ്റ്സ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്കിത് ഇടാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ദിസ് ഇസ് ബൈ Maybelline New York ഗ്ലാസ് സ്പ്രേ മേക്കപ്പ് ഫിനിഷിംഗ് സ്പ്രേ ഹൈഡ്രേറ്റഡ് ലുക്ക് ഡൂയി ഫിനിഷ്. സോ ദിസ് വിൽ ഗിവ് യു ഡൂയി ഫിനിഷ്. സോ ഈ ഒരു സാധനം നമുക്ക് മേക്കപ്പ് കഴിയുമ്പോൾ മാത്രമല്ല, യു ക്യാൻ യൂസ് ഇറ്റ് ബിഫോർ യുവർ മേക്കപ്പ് ഓൾസോ. ഇതൊരു 3 to 4 പഫ്സ് നമ്മുടെ ഫേസിൽ സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. ഡോണ്ട് ഗോ ഓവർബോർഡ് വിത്ത് യുവർ പ്രോഡക്ട്സ്. അപ്പം നമ്മൾ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയറിൽ സ്പ്രേ ആവാതിരിക്കാൻ നോക്കണം. ബിക്കോസ് ഇത് കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. നമ്മുടെ ഹെയർ ചിലപ്പോൾ ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ പ്രൈമർ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പ്രൈമർ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു സിലിക്കൺ ബേസ്ഡ് പ്രൈമർ ആണ് കേട്ടോ. സോ ഞാൻ സിലിക്കൺ ബേസ്ഡ് പ്രൈമറാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല പ്രൈമർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, പക്ഷെ നെക്കിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യം ഇല്ല. സോ അതുകൊണ്ട് ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഫേസ് മാത്രമാണ് നമ്മുടെ ഈ പ്രൈമർ വെച്ചൊന്ന് കവർ ചെയ്യുന്നത്. ഐ എം കവറിങ് മൈ ഫുൾ ഫേസ് വിത്ത് ദിസ് പ്രൈമർ. അപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്ന പ്രൈമർ നല്ലൊരു പ്രൈമറാണ് കേട്ടോ. യു ഗൈസ് ക്യാൻ ബൈ ദിസ് എൻ അമേസിംഗ് പ്രൈമർ. സോ നമുക്ക് എവിടെയാണോ പ്രൈമർ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈ പോർസ് ഉണ്ടെന്നൊരു ഫീൽ ഉണ്ടാവില്ലേ? സോ വെറെവർ വി ഫീൽ ലൈക്ക് വി ഹാവ് സോ മച്ച് പോർസ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ കവറേജ് ചെയ്യേണ്ടത്, ലൈക്ക് ഒരു ഈവൻ ടോൺ വരേണ്ടത്, അല്ലെങ്കിൽ ഒരു ഈവൻ സ്കിൻ ടെക്സ്ചർ വരേണ്ടത്, അവിടെയാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഐ ഡോണ്ട് ഹാവ് മച്ച് പോർസ് ഓൺ മൈ ഫേസ്. അപ്പം ഐ ജസ്റ്റ് എന്താ പറയുക, റാൻഡംലി ജസ്റ്റ് എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ, കാരണം പ്രൈമർ will keep your makeup long lasting. So let my primer sit for 2 to 3 minutes. Then we will go for foundation. അപ്പോൾ എൻ്റെ ഫേസിൽ ഏകദേശം 2 to 3 minutes ആയിട്ടുണ്ട്. So let's go for foundation. And foundation, definitely my favorite is MAC. So I usually buy small bottles. So that's MAC's foundation and my shade is NC41. അപ്പോൾ ഇത് ഞാൻ തൃശ്ശൂർ ശോഭ സിറ്റിയിൽ വന്ന സമയത്ത് ഞാൻ മാക്കിൻ്റെ ഷോറൂമിൽ പോയിട്ട് ട്രൈ ചെയ്തിട്ട്
വാങ്ങിച്ചതാണ്. ട്രൈ ചെയ്യാണ്ട് ഓൺലൈൻ വാങ്ങിച്ച ഫൗണ്ടേഷനും എൻ്റെ അപ്പൊ നമുക്ക് കയ്യിലുണ്ട്. കുറച്ച് പണി ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഇങ്ങനെ ഡോട്ട് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ബ്രഷ് ആണ് കേട്ടോ, കാരണം എനിക്ക് ബ്രഷ് വെച്ച് കുറച്ചും കൂടി ഈസിയാണ്. സോ ബ്രഷ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് നല്ല ബ്രഷ് യൂസ് ചെയ്യുക. ഡു നോട്ട് യൂസ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം ബ്രഷ് ഇങ്ങനെ അതിന്റെ മേളിൽ യൂസ് ചെയ്യാതിരിക്കുക. കീപ് യുവർ ബ്രഷ് ഓൾവേസ് ക്ലീൻ ആൻഡ് ഫ്രഷ്. അപ്പൊ നമ്മുടെ ബ്രഷ് ക്ലീൻ ആയിട്ട് വച്ചില്ല എങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ യു ഗൈസ് ക്യാൻ സീ നമ്മുടെ ഫേസിൽ ലൈൻസ് വരുന്നത്. സോ ഓൾവേസ് മേക്ക് യുവർ ബ്രഷ് ഡ്രൈ. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മേബിളിന്റെ തന്നെ ഒരു കൺസീലർ ആണ്. നമ്മുടെ ഫൗണ്ടേഷൻ ഏതാണോ അതിനേക്കാളും 1 ഷെയ്ഡ് ലൈറ്റർ വേണം നമ്മളെപ്പോഴും കൺസീലർ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ അതിന്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെ ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു കളർ കറക്ടർ ആണ്. ഇറ്റ്സ് എ പീച്ച് ഷെയ്ഡ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്റെ സ്കിന്നിന് മാച്ച് ഉള്ളത് പീച്ച് ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ എന്റെ സെയിം ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഇതും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ രണ്ട് കണ്ണിന്റെ അടിയിലും എനിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പൊ രണ്ടും നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കണ്ണിന്റെ അടിഭാഗത്തേക്ക്. ഓക്കെ, നമ്മുടെ ബ്രഷ് വെച്ച് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരു മിറർ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് വെച്ച് നമ്മുടെ കണ്ണിന്റെ അടിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ചെയ്തത് എന്ന് നോക്കാം. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചുണ്ടിന്റെ രണ്ട് സൈഡിലും ചില സമയത്ത് നമുക്ക് പലർക്കും ഡിസ്കളറേഷൻ വരാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരുപാടില്ല. സോ ഞാൻ സെപ്പറേറ്റ് ഞാൻ ഡോട്ട്സ് ഇടുന്നില്ല. ആ ബ്രഷ് വെച്ച് തന്നെ പതുക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോ ആണ്. എപ്പോഴും നമ്മുടെ ഫേസിൽ നമ്മൾ എന്ത് ചെയ്താലും ഐബ്രോ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര അൺഅറ്റൻഡഡ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് ഞാനിപ്പം എന്റെ ബ്രാൻഡ് എനിക്കതിന്റെ ബ്രാൻഡിന്റെ പേര് കാണുന്നില്ല അതിനകത്ത്. സോ ഐ എം നോട്ട് ടെല്ലിങ് യു ഗൈസ് വിച്ച് ബ്രാൻഡ് ഇസ് ഇറ്റ്. പക്ഷെ നമ്മുടെ പിരുകത്തിന് നമുക്ക് ഏത് ഷെയ്ഡാണ് നമുക്ക് ഫേസിനും പിരുകത്തിനും നമ്മുടെ ഹെയർ കളറിനൊക്കെ അനുസരിച്ചുള്ളത് ആ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ നമ്മുടെ ഐബ്രോ നല്ല ഷേപ്പിൽ ചെയ്ത് കൊടുക്കുക. പലപ്പോഴും വേറെ ഒരു മേക്കപ്പ് ചെയ്തില്ല എങ്കിലും നമ്മുടെ ഐബ്രോ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് ഓഫ് ദി മേക്കപ്പ് ഇസ് ഡൺ. ഓക്കെ, പിന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇതെന്റെ പുതിയൊരു ഐഷാഡോ പാലറ്റ് ആണ്. ഇറ്റ്സ് ബൈ മേക്കപ്പ് റെവല്യൂഷൻ. അപ്പൊ ഇതിന്റെ ഏറ്റവും ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എന്റെ കൈ വെച്ച് തന്നെ ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ രണ്ട് കണ്ണിന്റെ ഐലിഡ്സിലും ഞാൻ നമ്മുടെ ഐഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഐഷാഡോ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പുറത്തു പോകുന്ന ഒരു ഡേ ആണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ എ ഡാർക്കർ ഷെയ്ഡ്, ഓൾവേസ് ഗോ ഫോർ ലൈറ്റർ ഷെയ്ഡ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ട് ഷെയ്ഡും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് കാണിച്ച ഒരു ഗോൾഡും പിന്നെ ലാസ്റ്റ് കാണിച്ച പിങ്ക് ഷെയ്ഡും. പിന്നെ ഈ കാജൽ വന്നിട്ട് ഹെൽത്ത് ആൻഡ് ഗ്ലോ എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡിന്റെ ഒരു കാജലാണ്. ഇതെനിക്ക് ഫീൽ ചെയ്തത് അത്യാവശ്യം സ്മഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അത്യാവശ്യം ഒരുപാട് നേരത്തേക്കൊന്നും അല്ല പോകുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. അപ്പൊ ഞാൻ ഇന്ന് എന്റെ കണ്ണിൽ ഒരു സ്മഡ്ജ് ലുക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ കണ്ണിന്റെ അടിയിൽ ആ ബ്രഷ് വെച്ച് പതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഷാർപ്പ് ലുക്ക് മാറി കിട്ടും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഐ ലൈനർ മേബിലിന്റെ തന്നെ ഒരു ഐ ലൈനർ ആണ് കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം ഞാൻ പറഞ്ഞതുപോലെ ഐബ്രോ നമ്മുടെ ഒരു പെൻസിലും അല്ലെങ്കിൽ നമ്മുടെ മസ്കാരയാണ്. ഇത് രണ്ടും ഇട്ടാൽ നമ്മുടെ ഫേസിൽ ഭയങ്കര ഡിഫറൻസ് വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ എൻ്റെ ഒരു സൈഡിലെ കണ്ണ് ചെയ്തതും ഒരു സൈഡിൽ ചെയ്യാത്തതും എന്തോ ഡിഫറൻസ് ഉണ്ടെന്ന്. നമ്മുടെ രണ്ട് കണ്ണും ഒരേപോലെ ഒരേ ഷേപ്പിൽ നമുക്ക് എഴുതാം. അപ്പൊ ഇതാണ് എൻ്റെ കണ്ണിൽ ഞാൻ കാജലും ലൈനറും എല്ലാം അപ്ലൈ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ലുക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാക്കിന്റെ തന്നെ സ്റ്റുഡിയോ ഫിക്സിന്റെ തന്നെ ഒരു കോമ്പാക്ട് പ്ലസ് ഫൗണ്ടേഷൻ പൗഡർ ആണ് ഇത്. അപ്പം ഇത് ഇപ്പൊ എന്റെ ഫേസ് അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റഡ് ആൻഡ് ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഒരുപാട് കേക്കി ആവാത്ത രീതിയിൽ കുറച്ച് നമ്മുടെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് നമ്മുടെ കണ്ണിന്റെ അടിയിലും മൂക്കിലും ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് കൂടുതലും ഓയിലി ആവുന്ന ഏരിയാസ് എന്റെ കവിളിന്റെ ഒരു ഭാഗത്തും അതുപോലെ മൂക്കിന്റെ ഏരിയയിലുമാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ ഫൗണ്ടേഷൻ കഴുത്തിൽ ഇട്ടിട്ടില്ല. കാരണം ഈ ഒരു കോമ്പാക്ട് പൗഡർ നമുക്കൊരു ഫൗണ്ടേഷനെ കൂടെ ഇഫക്റ്റ് തരുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ്. അപ്പൊ ഞാൻ ഈ കോമ്പാക്ട് പൗഡറാണ് എന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ നന്നായിട്ട് എന്റെ കഴുത്തിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഫൗണ്ടേഷനും കോമ്പാക്റ്റും കൂടെ വരുമ്പോൾ ഐ വിൽ ഹാവ് എ കേക്കി ലുക്ക് ഓൺ മൈ നെക്ക്. അപ്പൊ എനിക്കത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്.
ഇത് നൈക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കോൺടോർ പാലറ്റ് ആണ്. ഇതിനകത്ത് ഞാൻ ഈ കോൺടോർ പൗഡർ മാത്രം എടുക്കാൻ പോകുന്നത്. സോ ഐ ലൈക്ക് ക്രീമി കോൺടോർ കിറ്റ് ഓൾസോ. പക്ഷെ ഇപ്പൊ ഞാൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ഫേസ് നമ്മളിങ്ങനെ ഒരു മൊയലിന്റെ ഷേപ്പിൽ പിടിച്ചിട്ട് നമ്മുടെ ആ കറക്റ്റ് ലൈൻ വരുന്ന ഒരു ഭാഗം കാണും. അവിടെ നമ്മൾ പതുക്കെ നമ്മുടെ ഈ കോൺടോർ പൗഡർ നമ്മൾ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ രണ്ട് സൈഡിലും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരേ ഷേപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകും നമ്മുടെ ബ്രഷ് വെച്ച് നന്നായിട്ട് നമ്മളത് ഒന്ന് ഷെയ്ഡ് കുറച്ചൊന്ന് കൊണ്ടുവരികയാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും എൻ്റെ രണ്ട് സൈഡിലും ഞാൻ ചെയ്തിരിക്കുന്ന ലൈൻസ് സെയിം ആണ്. അപ്പം ഈ കോൺടോർ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര വലിയ ബ്രഷിന്റെ ആവശ്യമില്ല. ടേക്ക് എ മീഡിയം അല്ലെങ്കിൽ ഒരു സ്മോൾ ബ്രഷ്. എന്നിട്ട് നമ്മൾ ആ ബ്രഷ് വെച്ച് നന്നായിട്ട് നമ്മുടെ ഫേസിൽ നമ്മൾ ആ ഒരു കോൺടോറിന്റെ ഷെയ്ഡ് കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, അപ്പം നമുക്ക് എന്തോരമാണ് നമ്മുടെ രണ്ട് സൈഡിൽ നമുക്ക് കോൺടോർ ആവശ്യം, അതനുസരിച്ച് നമ്മൾ നമ്മുടെ ബ്രഷ് വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ലുക്ക് വേണ്ട, നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിംഗ് അല്ലേ. സോ മേക്ക് ഇറ്റ് ലൈക്ക് എ വെരി ലൈറ്റ്. നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന നൈക്കയുടെ തന്നെ ഒരു ബ്ലഷ് പാലറ്റ് ആണ്. അപ്പം ഇതിനകത്ത് നന്നത്തെ എൻ്റെ ഒരു മേക്കപ്പിന് ചേരുന്ന ഏത് ഷെയ്ഡാണോ അത് അപ്ലൈ ചെയ്യാം. സോ ഇതിനകത്ത് ഒരു പീച്ച് ഷെയ്ഡും ഉണ്ട്, ഇതിനകത്ത് ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു പീച്ചിനേക്കാളും ബെറ്റർ പിങ്ക് ആണ്. അപ്പൊ ഞാൻ ഇന്ന് പിങ്ക് ആണ് എടുത്തു കൊടുക്കാൻ ഇടുന്നത് കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഒരു അട്ടിപ്പൊളി എന്താ പറയാ ഒരു ബ്ലഷിന്റെ ബ്രഷ് ആണത്, ബ്ലഷ് ബ്രഷ് ഇറ്റ് ഇസ്. അത് വെച്ച് നമുക്ക് നമ്മുടെ ഫേസിന്റെ ഡോണ്ട് മേക്ക് ഇറ്റ് ലൈക്ക് നമ്മുടെ ഈ നടുക്ക് ഇങ്ങനെ റൗണ്ടിൽ വരത്തില്ലേ, അങ്ങനെയല്ല. ഓൾവേസ് നമ്മുടെ ബ്രഷ് വെച്ച് നമ്മൾ എത്രയും വർക്ക് ചെയ്യാൻ പറ്റും അത്രയും നമ്മുടെ ഫേസിൽ വർക്ക് ചെയ്യുക. അപ്പം ഞാനൊരു സി ഷേപ്പ് ആണ് കൊടുക്കുന്നത്, ലൈക്ക് ഫ്രം എൻ്റെ ഐബ്രോയുടെ ഹാഫിന്റെ എൻഡ് വെച്ചിട്ട് താഴത്തേക്കും മേളിലേക്കും ഞാൻ ബ്രഷ് അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോസിന്റെ കോൺടോർ ആണ്. എൻ്റെ നോസിന് ഭയങ്കര നീട്ടൊന്നുമില്ല, ഐ ഹാവ് ലൈക്ക് എ വെരി സ്മോൾ നോസ്. അപ്പം ഞാൻ എപ്പോഴും കോൺടോർ ചെയ്ത് കൊടുക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുണ്ട്, നമ്മൾ നന്നായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും കോൺടോർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ബ്രഷ് പിടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺടോർ നല്ല പ്രോപ്പറായിട്ട് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ടും കോൺടോർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ആ ഒരു കോൺടോർ പൗഡർ കയ്യിലെടുത്തിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കോൺടോർ നോസിന് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹൈലൈറ്റർ ആണ്. ഞാൻ എടുക്കുന്നത് മാക്കിന്റെ ഹൈലൈറ്റർ ആണ് കേട്ടോ. അത് ഭയങ്കര പിഗ്മെന്റഡ് ആണ്. സോ നമുക്കൊരു ചെറിയ ഒരു ഡ്രോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് അത്രയും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതും നമ്മുടെ ഈ വെയിലടിക്കുമ്പോൾ നമ്മുടെ ഹൈ പോയിന്റ്സ് ഇല്ലേ, അതായത് നമ്മുടെ ഫേസിൽ വെയിലടിക്കുമ്പോൾ തിളങ്ങുന്ന ഏരിയ എന്ന് പറയും, അവിടെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കേണ്ടത്. സോ ഡെഫിനറ്റ്ലി നോസ് ഇസ് വൺ പോയിന്റ്. നമ്മുടെ ചീക്കിന്റെ ഹൈ പോയിന്റ്സ് ഇല്ലേ, ബോൺസ് എന്ന് പറയും അവിടെ. പിന്നെ നമ്മുടെ എനിക്ക് ഈ പിരികത്തിന്റെ ഈ ഒരു മേളിൽ കണ്ടോ ആ ഒരു ഷെയ്ഡ്. പിന്നെ നമ്മുടെ ഈ ലിപ്സിന്റെ ക്യൂപ്പിഡ് ഏരിയ എന്ന് പറയും, അവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ് ലൈനർ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഭയങ്കര ലൈറ്റർ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ലിപ് ലൈൻ ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണെങ്കിൽ നമ്മൾ ലിപ് ലൈൻ ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല. ഇന്നിപ്പോ ഞാൻ ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് നമ്മുടെ മാക്കിന് തന്നെ മോക്ക എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇറ്റ്സ് ലൈക്ക് എ വെരി ലൈറ്റ് സ്കിന്നി ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യൂഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തിരിക്കുന്ന ലിപ് ലൈനർ ലൈക്ക് ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. അപ്പൊ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഈ ലിപ്സ്റ്റിക് കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ട് ഫീൽ ചെയ്യും, അതായത് ഔട്ട് സൈഡ്. പക്ഷെ ഇൻസൈഡ് അത് കുറച്ച് ലൈറ്റർ ആയിരിക്കും. സോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്, എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് കണ്ടിട്ട് എൻ്റെ കുറെ ഫ്രണ്ട്സിനോട് ചോദിച്ച് അവർ ഈ ഒരു ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ഫ്രം മാക്, ദ ഷെയ്ഡ് നെയിം ഇസ് മോക്ക. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലുക്ക്. ഇനിയിപ്പോ നമുക്ക് പുറത്ത് പോകുന്ന ഒരു ടൈപ്പിൽ നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് അഴിച്ചിട്ട് സോ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട്, മേക്കപ്പ് ട്യൂട്ടോറിയൽസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ബൈ.